പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് മറ്റൊരാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഒരു വിദ്യയാണ് കേട്ടോ. ഇത് എപ്പോഴും നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതൊരു പ്രത്യേകമായിട്ട് പറയുകയാണ്. നമ്മുടെ കുട്ടികളും ബാക്കിയുള്ള ആരെങ്കിലും പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെവിടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻ കൊടുത്താൽ മാത്രം മതി. നമ്മളിത് വാട്സപ്പ് നമ്പറിലേക്ക് ഏതെങ്കിലും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് അവരുടെ ലൊക്കേഷൻ അറിയാൻ സാധിക്കും. എന്തായാലും നമുക്ക് വീഡിയോ കാണുമ്പോൾ അത് കൂടുതൽ അറിയാൻ സാധിക്കും. ഞാൻ മറ്റൊരു ഫോണിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കിടന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മളിതുപോലെ കുട്ടികളുടെ ഫോണിൽ നമ്മൾ എന്തായാലും അവരറിഞ്ഞുകൊണ്ടായിരുന്നാലും അറിയാതെ ആയിരുന്നാലും നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കത് സ്കിപ്പ് ചെയ്ത് പോവുക. ഇതുപോലെ സ്കിപ്പ് ചെയ്ത് പോയതിന് ശേഷം ഫിനിഷ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ടോപ്പിലെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഡിവൈസുമായിട്ട് ആക്സസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി. അത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരു വാക്ക്, ഏത് വാക്ക് അയക്കുന്ന സമയത്താണ് അവരെ ലൊക്കേഷൻ വേണ്ടത്, ആ ഒരു വാക്ക് നമ്മളിവിടെ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഹലോ എന്നാണ് ഞാൻ രേഖപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ 2 ബോക്സ് കാണാം, അതെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യം ഓക്കെ ആയി. അതിനുശേഷം നമ്മൾ ആരുടെ ഫോണിലാണോ അതുപോലെ ചെയ്തിട്ടുള്ളത് അവരുടെ ഫോണിലേക്ക് നമ്മൾ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇതുപോലെ അയക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ വാക്ക് അയച്ചാൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അത് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാക്ക് തന്നെയാണ് അയക്കേണ്ടത്. ഞാനിപ്പോൾ ഹലോ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ ഹലോ വെച്ചിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഹലോ എന്ന് ഞാൻ ഇവിടെ അയക്കുകയാണ്. അപ്പോൾ അവരുടെ കറക്റ്റ് ഉള്ള ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാറ്ററിയുടെ അളവ്, നെറ്റ്വർക്ക്, എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നേരെ ഗൂഗിൾ മാപ്പിലേക്ക് പോവുകയും അവർ എവിടെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കിതുപോലെ കിട്ടുകയും ചെയ്യുന്നു. ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടികളുടെയോ മറ്റോ ഫോണിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തായാലും മറ്റുള്ള ആൾക്കാരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ നമ്മൾ നോക്കരുത്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.